ഹരി ഓം, ഏവർക്കും വർണ്ണാമൃത്തിന് യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഞാൻ ദേവനന്ദു. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് 2025 ജൂലൈ മാസഫലമാണ് കേട്ടോ. മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശിക്കാർക്കും എന്തൊക്കെ ഫലങ്ങളാണ് ജീവിതത്തിൽ വരിക, എന്തൊക്കെ കാര്യങ്ങളാണ് നാം ശ്രദ്ധിക്കേണ്ടത് എന്നാണ് നമുക്ക് നോക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഫലം കാണുമ്പോൾ നമ്മുടെ ചന്ദ്രാലുള്ള ഫലം മാത്രം കണ്ടാൽ പോരാ, ലഗ്നം കൂടി എടുത്തു കാണും. ചന്ദ്രാൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സ്, ലഗ്നാൽ എന്ന് പറയുന്നത് നമ്മുടെ വിദ്യയാണ്. സോ രണ്ടുകൂടെ കണക്ട് ചെയ്ത് നിങ്ങൾ പ്രഡിക്ഷൻ കേൾക്കുമ്പോഴാണ് കുറച്ചൊരു ഐഡിയ കിട്ടുക. അതുപോലെ ഒന്നിലധികം രാശിയുടെ ഫലം കാണുന്നവരെ എന്ത് ചെയ്യുക, ഒരു വീഡിയോയുടെയെങ്കിലും പൂർണ്ണമായിട്ട് അവസാനം വരുന്ന കാണാൻ ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഫലം മാത്രം കേട്ടാൽ മതി. കാരണം കൺക്ലൂഷൻ പാർട്ടിലാണ് നമ്മൾ ഇതിന്റെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരണേ. ഓക്കെ, അതുകൊണ്ടാണ് അത് നമ്മുടെ വീഡിയോ തുടർച്ചയായിട്ട് കാണുന്നവർക്കറിയാം, അല്ലാത്തവർക്ക് ജസ്റ്റ് ഒന്ന് ഇൻഫോം ചെയ്തെന്നുള്ളൂ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാൻ അല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. നമ്മുടെ ബെല്ലൈക്കൻ അമർത്തുക കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പൊ നമുക്ക് അതിന് മനസ്സിലെ വീഡിയോയിൽ കിടക്കാം. കർക്കിടക രാശി അല്ലെ, പുണർദം കാല് പൂയം ആയില്യം അടങ്ങുന്ന രണ്ടേകാല നക്ഷത്രമാണ് കർക്കിടക രാശി എന്ന് പറയാം അല്ലെ. കർക്കിടക രാശിക്കാരെ സംബന്ധിച്ചോളം ഈ ഒരു ജൂലൈ മാസത്തിൽ എന്തൊക്കെ ഫലങ്ങളാണ് നോക്കാം അല്ലെ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, വ്യാഴം എന്ന് പറയുന്നത് 12ലാണ് നിൽക്കുക. 12ൽ വ്യാഴം വരുമ്പോൾ നമുക്ക് എന്താണ്, ശുഭ ചെലവുകൾ തരുന്ന ഒരു ടൈം ആയിരിക്കും എന്ന് പറയുന്നത്. സോ ശനി എന്ന് പറയുന്നത് വലിയ പ്രശ്നക്കാരനല്ലേ നമുക്ക്. അതുപോലെ കുജനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അത്ര നല്ല സ്ഥാനത്തല്ല നിൽക്കുന്നത്. 2ലെ കേതുവിന്റെ കൂടെ ചിങ്ങരാശി നിൽക്കുക എന്ന് പറയാം. അവിടെ 7ൽ എന്താണ്, രാഹു നിൽക്കുന്നുണ്ട്. അതിൽ 2ൽ നമുക്ക് എന്താണ്, ശനി നിൽക്കുന്നുണ്ട്. വ്യാഴം എന്ന് പറയുന്നത് നമുക്ക് 12ലാണ് നിൽക്കുക. സോ ദൃഷ്ടി നമുക്ക് രാഹുവിന്റെ മുകളിൽ 6 തരുന്നുണ്ട്, വ്യാഴം തരുന്നുണ്ട്. സൂര്യനെ സംബന്ധിച്ച് നോക്കുമ്പോൾ സമ്മിശ്ര ഫലത്തെയാണ് പ്രദാനം ചെയ്യുക എന്ന് പറയുന്നത്. ശുക്രൻ എന്ന് പറയുന്നത് നമുക്ക് 11 നിൽക്കുന്ന സമയമാണ്. നമ്മുടെ ആവശ്യങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ പറ്റുന്ന സാഹചര്യമാണ്. സാമ്പത്തികമായിട്ട് അങ്ങനെയൊക്കെ നോക്കി കഴിഞ്ഞാൽ ആവശ്യങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സാമ്പത്തിക നേട്ടങ്ങൾ നമുക്ക് പറയാം. തൊഴിൽ സംബന്ധമാക്കി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ടൈം എന്ന് പറയുന്നത് കുറച്ച് ഈഗോ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തൊഴിൽ സ്ഥലത്ത് കുറച്ച് ഈഗോ പ്രശ്നങ്ങൾ, അതുപോലെ നിങ്ങൾക്ക് കുറച്ച് ടെൻഷൻസ്, സ്ട്രെസ് ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ചിലർക്ക് ഡൗട്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ചിലർക്ക് ജോലി പോകുമോ, ഞാൻ ജോലി കളയണോ എന്നൊക്കെ ചിലർക്ക് സംശയങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മളിവിടെ മാക്സിമം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ അമിതമായ ചിന്ത ഒന്ന് അവോയ്ഡ് ചെയ്യുക. ഓവർ റിയാക്ഷൻ ഒന്ന് മാറ്റി വെക്കുക. തൊഴിൽ സ്ഥലത്ത് ചിലപ്പോൾ നിങ്ങളെ ഒന്ന് കോൺട്ര ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഈഗോയിനെ ഒന്ന് ഹേർട്ടായിട്ടുണ്ടാവാം. അപ്പം നമുക്കറിയാം, കർക്കിടകം എന്ന് പറയുന്നത് ഇമോഷണലി കുറച്ച് കൺട്രോളിൽ കുറച്ച് പ്രശ്നമുള്ളവരാണ്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ ഹാർട്ട് ആവാൻ ഇരിക്കാതിരിക്കുക. പ്രത്യേകം നിങ്ങൾക്ക് സങ്കടം വരുമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സൈലന്റ് ആയിരിക്കുക. കുറെ കർക്കിടക രാശിക്കാരെ നമുക്ക് നോക്കി അറിയാൻ പറ്റും, അവർ ഹേർട്ട് ആയാലും അവർ മാക്സിമം വരെ സൈലന്റ് ആയിരിക്കും. അവരെ പീക്കിൽ എത്തിക്കഴിഞ്ഞാൽ അവർ വയലന്റ് ആവും, അല്ലെങ്കിൽ ഭയങ്കര പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യും. സോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഇഷ്യൂ പെട്ടെന്ന് കരയും, ഒരു നേച്ചറിൽ പെട്ടെന്ന് ദേഷ്യപ്പെടും, ഈ ഒരു നേച്ചർ ഉണ്ടാവും. ബട്ട് നിങ്ങൾ എന്ത് ചെയ്യും, ഇവിടെ നിങ്ങൾ മനസ്സിലാക്കും, നിങ്ങളുടെ സാഹചര്യം മനസ്സിലാക്കി മാക്സിമം മന്ത്രജപങ്ങൾ, സങ്കീർത്തനങ്ങൾ ഒക്കെ പാരായണം ചെയ്യുന്നതൊക്കെ ചെയ്യുന്നത് വളരെ ഉത്തമമാണ്. കാരണം നിങ്ങളുടെ മൈൻഡ്, നീ ഇതൊന്നും ചെയ്യാതെ നിങ്ങൾക്ക് എന്താണ് പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ മെഡിറ്റേഷൻ ഡെയിലി പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, മാക്സിമം ഇമോഷണൽ കൺട്രോൾ കൊണ്ടുവരാൻ ശ്രമിക്കാം. ഓക്കെ, ഓവർ റിയാക്ഷൻ ചെയ്യല്ല കേട്ടോ. കാരണം കുജനും കേതും കൂടെ നിൽക്കുന്നത്. സോ നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകൾ നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരും. സോ ഈ നെഗറ്റീവ് ചിന്തകൾ കാരണം നമ്മുടെ മൂഡിന് എന്തുണ്ടാക്കും, ഇഷ്യൂസ് ഉണ്ടാക്കും. അതുപോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ടത് ജോലി സംബന്ധമായിട്ട് നോക്കിയാലും ബിസിനസ് സംബന്ധമായിട്ട് നോക്കിയാലും നമ്മുടെ ചിന്തകൾ അമിത വേഗതയിൽ നമ്മൾ തീരുമാനം എടുക്കുക, പയ്യെ സ്ലോലി നമ്മൾ തീരുമാനിക്കുക. ഓക്കെ, അങ്ങനെ മാത്രം ചെയ്യാം. അതുപോലെ ഫാമിലി റിലേറ്റഡ് നോക്കിയാൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ചില ദുഃഖങ്ങളൊക്കെ നമ്മുടെ റിലേഷൻഷിപ്പിലായാലും തരാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ റിലേഷൻഷിപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ പ്രണയിക്കുന്നവർ മാത്രമല്ല, നമ്മുടെ രക്തബന്ധങ്ങൾ ഉണ്ടല്ലോ, സുഹൃത്തുക്കൾ, ഇവരൊക്കെ ആയിട്ട് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ. സോ മാക്സിമം ഓവർ എക്സ്പെക്ടേഷൻ നമ്മൾ അവരിൽ നിന്നുള്ളൊന്ന് മാറ്റി വെക്കുന്നത് ഏറ്റവും ഉത്തമമായിട്ട് കാര്യമാണ്. മാരേജ് ഒക്കെ നോക്കുന്നവരെ ഞാൻ പറയാം, ഈ ടൈം മാറ്റി വെക്കുന്നത്, ഈ മന്ത് മാറ്റി വെക്കുന്നതാണ് ഉത്തരം എന്ന് പറയുന്നത്. ഈ ടൈം മാരേജ് നടത്താതിരിക്കുകയാണ് ഏറ്റവും നല്ലത്. കാരണം കുജൻ അത്ര നല്ല സ്ഥാനത്തല്ല നമുക്ക് നിൽക്കാം. 12 വ്യാഴം നിൽക്കാം. ശുക്രൻ വലിയ പ്രശ്നങ്ങളില്ല, നമുക്ക് കുറെ ആഗ്രഹങ്ങൾ തരും. ഓക്കെ, ശുക്രൻ നിൽക്കുമ്പോൾ കുറച്ച് ആഗ്രഹങ്ങൾ നമുക്ക് കാണും. പ്രണയത്തിലേക്കുള്ളവർക്കാണെങ്കിൽ കൂടുതലും ഈ ഒരു ടൈം നിങ്ങൾക്ക് വിവാഹം കഴിക്കാൻ പറ്റുമോ, കഴിക്കണോ വേണ്ടോ എന്നൊരു ചിന്ത ഇതൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. സോ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോയി കല്യാണം കഴിക്കേണ്ട കാര്യം പറയുമ്പോൾ ഞാൻ പറയുമെങ്കിൽ ഈ ഒരു മന്ത് വേണ്ട, അതാണ് നല്ലത്. ഇനി അതിൽ കഴിച്ചേ പറ്റുള്ളൂ അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങളുടെ ജാതകം കൂടി ഒന്ന് പരിശോധിച്ച് നിങ്ങൾക്ക് ടൈം കുഴപ്പമില്ലെങ്കിൽ നിങ്ങൾക്ക് നടത്താം. പക്ഷെ ഗോചരം ഒന്ന് നോക്കുമ്പോൾ നമുക്ക് ഈ ടൈം വിവാഹം നടത്താതിരിക്കാനാണ് നല്ലതെന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇടപെടുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ചതി പറ്റാതെയൊക്കെ ഇരിക്കുന്നത് ഏറ്റവും നല്ലതാണ്. പറ്റിയ ഈ ജൂലൈ മാസത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ചെന്ന് ഇടപെടാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് പറയാം. ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക,
ശ്രദ്ധിക്കുക. ഓക്കെ, ആരോഗ്യ സംബന്ധമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് റിലേറ്റഡ് ആയി കുറച്ച് ടേക്ക് കെയർ ഒക്കെ, കൃത്യസമയത്ത് ആഹാരം കഴിക്കുക, നല്ല ഫുഡ്, മാക്സിമം ഹോട്ടൽ ഫുഡ്സ് ഒക്കെ അവോയ്ഡ് ചെയ്യുക, എന്നുവെച്ചാൽ പുറത്തുനിന്നുള്ള ഫുഡ് അവോയ്ഡ് ചെയ്യുക. ഇനി പുറത്തുനിന്ന് ഫുഡ് കഴിക്കുമെങ്കിൽ അത്ര നിങ്ങൾക്ക് അറിയാവുന്ന കടകളിൽ നിങ്ങൾക്ക് കഴിച്ച് പ്രശ്നമില്ലാത്തവരുണ്ട്, അങ്ങനെ കടകൾ, അല്ലെങ്കിൽ അത്ര സേഫ്റ്റി മെഷേഴ്സ് ഉള്ള കടകളൊക്കെ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. വെച്ചാൽ ഹൈജീൻ ഭയങ്കരമായിട്ട് നോക്കുക. അതുപോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഉറക്കം കൃത്യസമയത്തേക്ക്, നിങ്ങൾ ഇമോഷണൽ ഒന്ന് കൺട്രോൾ ചെയ്യുക. കാരണം ഇമോഷണൽ പ്രശ്നങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ദുഃഖങ്ങൾ കൂടിക്കഴിഞ്ഞാൽ നമുക്കറിയാം രോഗങ്ങൾ ഉണ്ടാവും അല്ലെ. ദുഃഖം കൂടുതലുള്ളവർക്ക് ഉറപ്പായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ രോഗങ്ങൾ ഉണ്ടാകും. ഓക്കെ, സോ അവിടെ ഇമോഷണൽ കൺട്രോൾ നിങ്ങൾ ഉണ്ടാക്കുക. നിങ്ങളെ എനർജി നിങ്ങൾ ആവശ്യമില്ലാതെ കളയാതിരിക്കുക, മാക്സിമം എനർജി സേവ് ചെയ്ത് തന്നെ വെക്കുക. അമിതമായിട്ട് ദേഷ്യപ്പെടാതിരിക്കുക, ഇതൊക്കെ ചെയ്യുക കേട്ടോ. സ്ത്രീകളെ സംബന്ധിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു എതിർത്ത് വരുന്ന സിറ്റുവേഷനൊക്കെ നിങ്ങളുടെ ടൈം എന്ന് പറയുന്നത് ഭർത്താക്കന്മാരൊക്കെ നിങ്ങൾക്ക് എതിരായിട്ട് വരിക, അല്ലെങ്കിൽ ഭർത്താക്കന്മാരിൽ നിന്ന് കുറച്ച് പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് വരിക. പക്ഷേ ഈ ടൈം നിങ്ങൾ വലിയ സീരിയസ് ആക്കി അത് എടുക്കണ്ട, കാരണം ഈ ടൈമിൻ്റെ ആണത്. ഓക്കെ, ഇത്ര നാളെ ഓക്കെ ആയിട്ട് നിങ്ങൾ പൊയ്ക്കൊണ്ടിരുന്നത്, ഈ ഒരു ടൈം ഈ പ്രശ്നം ഉണ്ടാകുന്ന നിങ്ങൾ മനസ്സിലാക്കുക, ഈ ടൈമിൻ്റെ ആണെന്ന് മനസ്സിലാക്കി ഒന്ന് കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ വെക്കുക. ഒന്ന് വലിയ സീരിയസ് ആയിട്ട് വലിയ കാര്യമായിട്ട് എടുക്കാതിരിക്കുക. ഓക്കെ, അത് ഉത്തമത്തിന്. വിദ്യാർത്ഥിയെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ബുധൻ എന്ന് പറയുന്ന ഒന്നേ വരുന്ന സമയമാണ്, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. നിങ്ങളെ വിദ്യാർത്ഥികളോട് പറയാമെങ്കിലുള്ള നിങ്ങളുടെ പഠനത്തെ മാത്രം ഫോക്കസ് ചെയ്യുക. ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യത്തിൽ ചിന്തയെ പോലെ, ഫാമിലി റിലേറ്റഡ് ആയിട്ട് കുടുംബ സംബന്ധമായിട്ട് കാര്യത്തിൽ നിങ്ങളുടെ ശ്രദ്ധ പോയാൽ നിങ്ങളുടെ പഠനത്തിന് ഒരു ഇഷ്യൂ ആവും, അഫക്റ്റ് ആവും. ഓക്കെ, സോ നിങ്ങളെ പഠനത്തിൽ തന്നെ ഫോക്കസ് ചെയ്ത് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്ന് പറയാം കേട്ടോ. അതുപോലെ തന്നെ സീനിയേഴ്സ് ആയിട്ട് നോക്കുന്നവരായാലും നിങ്ങളുടെ ആരോഗ്യ കാര്യങ്ങൾക്കൊന്ന് ശ്രദ്ധിക്കുക. ഒരു കാര്യത്തിൽ ഇറങ്ങുമ്പോൾ ഒന്നല്ല, ഒരു 10 വട്ടം ചിന്തിച്ച് മാത്രം ഇറങ്ങുക. ഒരു കാര്യം ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് അതിൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രം ഇറങ്ങുക കേട്ടോ. അങ്ങനെയുള്ളതൊക്കെ ചെയ്യാനൊക്കെ ഉത്തമം എന്ന് പറയാം. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ രാശിഫലം എന്ന് പറയാം അല്ലെ. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മുടെ പേര് നക്ഷത്രം താര കമന്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പ്രാർത്ഥനയിൽ നിങ്ങളുടെ പേര് നക്ഷത്രം കൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ. അപ്പൊ നമ്മൾ പറഞ്ഞു ഒരു വീഡിയോയിലും പൂർണ്ണമായിട്ട് കാണുന്നു പറഞ്ഞു. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന ഫലം എന്ന് പറഞ്ഞാൽ പൊതുഫലമാണ്. നിങ്ങൾക്ക് അറിയാലോ, ഒരാളുടെ കയ്യിൽ ജാതകം വാങ്ങിയിട്ട് ഈ ജാതകത്തിൽ ഇന്ന ആളുടെ ഫലമാണ് ഇടുന്നതെന്ന് പറഞ്ഞല്ല നമ്മൾ ഇടുന്നത്, പൊതുവായിട്ടുള്ള ഫലമാണ്. യൂട്യൂബിലൊക്കെ വരുന്ന, യൂട്യൂബിലായാലും ടി വിയിലൊക്കെ ആയാലും അതിന്റെ പൊതുഫലങ്ങൾ അങ്ങനെയാണ് വരിക. സോ പൊതുഫലം മാത്രം കണ്ടിട്ട് നമ്മൾ ബിഗ് ഡിസിഷൻ എടുക്കാനോ ബിഗ് ആയിട്ടുള്ള കാര്യത്തിലൊക്കെ ഇറങ്ങാനോ പാടില്ല. നിങ്ങൾക്ക് ഡെയിലി നിങ്ങൾ നോർമൽ ലൈഫ് നിങ്ങൾക്ക് അത് ഓക്കെയാണ്. പക്ഷെ നമ്മൾ നല്ലൊരു കാര്യത്തിൽ ഇറങ്ങുന്നത് നിങ്ങൾക്ക് കുറച്ചുകൂടി ബെറ്റർ റിസൾട്ട് വേണമെങ്കിൽ ഉറപ്പായിട്ട് പേഴ്സണലൈസ് കൺസൾട്ടേഷൻ എടുത്താൽ മാത്രമേ കാര്യമുള്ളൂ. എന്നാൽ മാത്രം നമുക്ക് അതിന്റെ ബെനിഫിറ്റ് ഉള്ളൂ. കാരണം ജാതകവും നമ്മുടെ ഗോചര ഫലം കൂടി കണക്ട് ചെയ്ത് നോക്കിയാൽ മാത്രമാണ് നമുക്ക് എങ്ങനെയുണ്ട് ടൈം എന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ ജാതകത്തിൽ ഇപ്പൊ ഏത് ദശയാണ് നടക്കുന്നത്, ഏത് അപകാരമാണ് നടക്കുന്നത്, ഏത് ദശാനാഥൻ ആരാണ്, ദശാനാഥന്റെ ബലം എങ്ങനെയുണ്ട് ജാതകത്തിൽ, നമ്മുടെ ജാതകത്തിൽ ഓരോ പ്ലാനറ്റിന്റെയും ബലാബലങ്ങൾ എങ്ങനെയൊക്കെയുണ്ട്, ദൃഷ്ടി എങ്ങനെയൊക്കെയുണ്ട് എന്നിവ പൂർണ്ണമായിട്ട് മനസ്സിലാക്കി വിധിയെയും കൂടി കണക്ട് ചെയ്യുന്ന വെച്ചാൽ നമ്മുടെ ചന്ദ്രാൾ മാത്രം വീഡിയോ കാണാതെ ലഗ്നത്തിനും കൂടി ഫലം എടുത്ത് കാണാം. ഓക്കെ, എന്താ വെച്ചാൽ നമ്മളിപ്പം മേടരാശിയിലാണ് ജനനം, അതുപോലെ തന്നെ ലഗ്നം എന്ന് പറയുന്നത് ഇടവമാണെങ്കിൽ മേടത്തിന്റെയും ഇടവത്തിന്റെയും ഫലം എടുത്ത് കാണും നിങ്ങൾ. ഞാൻ അതുപോലെയാണ് വീഡിയോ പ്രിപ്പയർ ചെയ്തേക്കണേ. ലഗ്നഫലവും രാശിഫലവും നിങ്ങൾക്ക് കണക്ട് ചെയ്യാവുന്ന രീതി തന്നെയാണ്. നക്ഷത്രമാണ് പലർക്കും അറിയാവുന്നത്, പലർക്കും ജാതകം ഉണ്ടാവില്ല. സോ ജാതകം ഇല്ലാത്തൊരു ജാതകം ഒപ്പിച്ച് അല്ലെങ്കിൽ ജാതകം എടുത്തിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾ ഇന്നോട്ട് വീഡിയോസ് കാണുമ്പം ചന്ദ്രാൾ മാത്രം കാണാതെ ലഗ്നാലും കൂടെ എടുത്തു കാണുക. എന്നാൽ മാത്രമല്ല, കാരണം ചന്ദ്രൻ എന്ന് പറയുന്ന മനസ്സിന്റെയും ലഗ്നം എന്ന് പറയുന്ന വിധിയുമാണ്. സോ ഇത് രണ്ടും കൂടി കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടി അക്യുറേറ്റ് ആയിട്ട് നമുക്ക് കിട്ടുക, നമ്മുടെ ലൈഫിലേക്ക് പ്രിഡിക്ഷൻസ് വരിക എന്ന് പറയുന്നത്. ഇനി ഗോചരാൾ മോശ സമയമാണോടത്ത് വിഷമിക്കേണ്ട, നമ്മുടെ ജാതകവശാൽ നല്ല സമയമായിരിക്കും. ഓക്കെ, ഇനി ജാതകാൾ മോശ സമയമാണ്, ഗോചരാൾ മോശ സമയമാണെങ്കിൽ മാത്രമേ നമ്മളുടെ പ്രശ്നമായിട്ട് അല്ലെങ്കിൽ ഭയങ്കര ഇഷ്യൂസ് നമുക്ക് ഉണ്ടാവുള്ളൂ. ഇപ്പൊ ചിലവർക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ല സമയമാണ് ഗോചരാൾ, പക്ഷെ അവർക്ക് ഇപ്പൊ നല്ല ഫലങ്ങൾ കിട്ടാറില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജാതകാൾ മോശ സമയം, അതുപോലെ തന്നെ പ്രശ്നത്തിലൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് അതിലും നെഗറ്റിവിറ്റി അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലൊക്കെയാണ് നമുക്ക് ആ ഗോചര, അതുകൊണ്ടാണ് പറഞ്ഞ ഗോചരാൾ നല്ല ഫലം പറയുന്നവരെ അല്ലെങ്കിൽ ഗോചരാൾ നല്ല ഫലമാണ് അത് തന്റെ ജീവിതത്തിൽ അനുഭവിക്കുന്നില്ലെങ്കിൽ അവർ നിർബന്ധമായിട്ടും ഒരു ദേവജ്ഞനെ കണ്ട എന്ത് ചെയ്യുക, അവരുടെ ജാതകം ഒന്ന് പരിശോധിക്കുക, അതൊന്ന് നോക്കുന്ന ഒരു പേഴ്സണലൈസ്ഡ് കൺസൾട്ടേഷൻ എടുക്കുന്ന ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യമാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ പവേഴ്സ് ക്ലബ് എന്ന് പറഞ്ഞ കൂട്ടായ്മയെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ. അതിലിപ്പോൾ നമ്മൾ വെബിനാർസ് ഒന്നും ചെയ്യുന്നില്ല, കാരണം നമ്മുടെ മില്ലിയനേഴ്സ് സക്സസ് മന്ത്രായ എന്ന് പറയുന്ന നമ്മുടെ അടിപൊളി ബിസിനസ് ഓണേഴ്സിനായാലും സ്റ്റാർട്ടപ്പ് നടത്താൻ നിൽക്കുന്നവർക്ക്, ഒരു വരുമാനം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അവരുടെ മൈൻഡ് സെറ്റ് ഒന്ന് ചേഞ്ച് ചെയ്യണം, അല്ലെങ്കിൽ കൃത്യമായ മൈൻഡ് സെറ്റിലേക്ക് പോകണം, കൃത്യമായ ലോ ഓഫ് അഫർമേഷൻസ് ഒക്കെ എങ്ങനെ കൃത്യമായിട്ട് യൂസ് ചെയ്യണം, അത് ഏതൊക്കെയാണ്
എങ്ങനെയൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്നുള്ള കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് ആയിട്ട് ഒരു റെക്കോർഡിംഗ് ബാച്ച് നമ്മൾ തുടങ്ങുകയാണ്. നമ്മൾ ഇത്ര നാൾ ലൈവ് ബാച്ചസ് ആണ് നടത്തിക്കൊണ്ടിരുന്നത്. ഇനി അത് റെക്കോർഡർ ബാച്ചസിലേക്ക് പോകണം. കാരണം നമുക്ക് അതിന്റെ ടൈം നമുക്ക് അവർക്ക് കുറയ്ക്കാൻ പറ്റും. വൺസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ പിന്നെ ആർക്കായാലും എൻ്റെ ആക്സസ് ചെയ്യാനുള്ള ഇതായില്ലോ. സോ നമ്മൾ അതിലോട്ട് പോവാണ്. അതുകൊണ്ട് ഇനി ലൈവ് മില്ലിയനേഴ്സ് സക്സസ് മന്ത്രം ഉണ്ടാവില്ല. പക്ഷെ നമ്മുടെ പവേഴ്സ് ക്ലബിൽ വേറെ വെബിനാർസ് നമ്മൾ ലൈവ് ഉണ്ടായിരിക്കും. പക്ഷെ ഓഡിയോ ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ടൈം ടൈറ്റ് ആണ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാം, ഒന്ന് ഫ്രീ ആകുമ്പോൾ ഒന്ന് ലൂസ് ആകുമ്പോൾ ടൈം ഒന്ന് ഓക്കെ ആയി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ലൈവ് തുടങ്ങുന്നതായിരിക്കും. സന്തോഷമായിട്ടോ ഹാപ്പി ആയിട്ടിരിക്കുക. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിന് പരിഹാരമുണ്ട്. ഓക്കെ, ഇന്നോർത്ത് പ്രശ്നങ്ങൾ ഒത്തിരി ആണല്ലോ ഓർത്ത് വിഷമിക്കുകയോ ദുഃഖിക്കാനൊന്നും പാടില്ല. അതുപോലെ തന്നെ ഒന്നിനോർത്തും പേടിക്കാനും പാടില്ല. കൃത്യമായിട്ട് ജാഗ്രത. ഓക്കെ, ജ്യോതിഷം എന്നോ അല്ലെങ്കിൽ ഞാൻ പ്രിഡിക്ഷൻ ചെയ്യുന്നത് എന്ന് പറയുന്നത് ഞാൻ പറയാറുണ്ട് സൂചനയാണ്. സിംഗിൾ ബോർഡാണ്. റൂട്ടുകൾ പോകുമ്പോൾ നമ്മൾ പല സിംഗിൾ ബോർഡ്സ് കാണാറുണ്ട് അല്ലേ. അതനുസരിച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് ലൈഫ് സ്മൂത്ത് ആയിട്ട് നമുക്ക് നല്ല ജേണി ആയിട്ട് നമുക്ക് എത്താൻ പറ്റും. നമ്മുടെ ഡെസ്റ്റിനി, നമ്മുടെ ഗോള്, നമ്മുടെ ടാർഗറ്റ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. സോ അത്ര മാത്രമാണ്, ഒരു സിംഗിൾ ആയിട്ട് മാത്രമേ ഞാൻ പറയാറുള്ളൂ. അതല്ലാതെ നിങ്ങളെ പേടിപ്പിക്കാനല്ല. അത് നമ്മുടെ ചാനലിൽ തുടക്കം തൊട്ട് കാണുന്നവർക്കറിയാം. നമ്മുടെ ജേണിയിൽ കൂടെ കൂടി വന്നവർക്ക് എല്ലാവർക്കും അതറിയാവുന്നതാണ് കേട്ടോ. അപ്പം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. നമ്മൾ കൂടുതൽ നല്ല വീഡിയോസ് തന്നെയുണ്ട്. അതുപോലെ നിങ്ങൾക്ക് സർപ്രൈസ് കാത്തു വെക്കുന്നുണ്ട്. അത് നമ്മളൊരു സബ്സ്ക്രിപ്ഷൻ ടാർഗറ്റ് നമ്മൾ വെച്ചിട്ടുണ്ട് മൈൻഡിൽ. സോ അത് എത്തുമ്പോൾ നമുക്കൊരു സർപ്രൈസ് കൂടി, നമ്മൾ 25,000 സബ്സ്ക്രൈബ് ആയപ്പോൾ നമ്മളൊരു സർപ്രൈസ് തന്നു നിങ്ങൾക്ക്. പവേഴ്സ് ക്ലബ് എന്ന് പറഞ്ഞൊരു കൂട്ടായ്മ, അതിൽ മില്ലിയനേഴ്സ് സക്സസ് മന്ത്രം എന്ന വെബിനാർ ആദ്യമേ ഫ്രീ ആയിട്ട് നടത്തി. പിന്നെ നമ്മൾ എന്താണ് കുറേ ഫ്രീ വെബിനാർസ് നടത്തി. പിന്നെ അതിന്റെ അപ്ഡേഷൻ എന്ന രീതിയിൽ നമ്മൾ മില്ലിയനേഴ്സ് സക്സസ് മന്ത്രയുടെ പെയ്ഡ് വെബിനാർ നടത്തി. ഇപ്പൊ ദേ മില്ലിയനേഴ്സ് സക്സസ് മന്ത്രയുടെ റെക്കോർഡർ ബാച്ച് നമ്മൾ തുടങ്ങുകയാണ്. സോ ഇനി ഒരു ടാർഗറ്റ് മനസ്സിൽ കിടപ്പുണ്ട്. ആ ടാർഗറ്റിൽ നമ്മുടെ സബ്സ്ക്രിപ്ഷൻ എത്തുമ്പോൾ നമ്മൾ നിങ്ങളിലേക്ക് പുതിയൊരു സർപ്രൈസും കൂടി നിങ്ങൾക്ക് തരുന്നതായിരിക്കും കേട്ടോ. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് നല്ല നല്ല വീഡിയോസ് ചെയ്യാനുള്ളൊരു പ്രയോജനം, എനിക്കൊരു ഉന്മേഷം നമുക്ക് കൂടുതൽ തന്നെ. കാരണം നിങ്ങളുടെ ഓരോ സ്നേഹം വരുമ്പോൾ എന്താണ് കൂടുതൽ നമുക്ക് നല്ല നല്ല വീഡിയോസ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ അത് തന്നെയാണ് കേട്ടോ. അപ്പം മറ്റൊരു ദിവസം മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം.